ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ റിച്ചും ക്രീമിയുമായിട്ടുള്ള ഒരു വെറൈറ്റി അഫ്ഗാനി ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ പേര് കേട്ടിട്ടൊന്നും ഞെട്ടണ്ട, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയതും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്തതുമായ ഒരു ചിക്കൻ റെസിപ്പിയാണ്. ഒരിക്കലെങ്കിലും മസ്റ്റായിട്ട് തയ്യാറാക്കി നോക്കേണ്ട ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ക്രീമി ആയിട്ടുള്ള അഫ്ഗാനി ചിക്കൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അഫ്ഗാനി ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലോട് കൂടിയ വലിയ ചിക്കൻ പീസസ് ആയിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. അതായത് 1 കിലോയുടെ ഒരു ചിക്കന് ഒരു 6-7 പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി ഈ ഒരു ചിക്കൻ പീസസിലേക്ക് മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ഇതുപോലെ കത്തി വെച്ച് ഒന്ന് വരഞ്ഞു വെക്കാം. ആദ്യം തന്നെ ഈ ചിക്കൻ പീസസ് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്പെഷ്യൽ മാരിനേഡ് നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു മിക്സി ജാറിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 6 വെളുത്തുള്ളിയും 1 ഇഞ്ച് വലുപ്പമുള്ള ഒരു ഇഞ്ചിയും ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ്. ഏകദേശം 1/2 കപ്പോളം മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം ഇനി ഇതൊരു ഫൈൻ പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 1/2 കപ്പ് തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് എടുക്കുമ്പോൾ എപ്പോഴും അധികം പുളി ഇല്ലാത്ത തൈര് എടുക്കുക. ഇനി ഈ ഒരു തൈരിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കാഷ്യൂനട്ട് പേസ്റ്റ് ആണ്. ഒരു 15 കാഷ്യൂനട്ട്സ് അരമണിക്കൂറോളം ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം മിക്സി ജാറിലിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണ്. കസൂരി മേത്തി മറ്റൊന്നുമല്ല, ഉലുവയുടെ ഇലയാണ്. നമുക്ക് ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചെറുജീരകപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ അരച്ചു മാറ്റി വെച്ചിരുന്ന ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള സ്പെഷ്യൽ മാരിനേഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കഴുകി മാറ്റി വെച്ചിരുന്ന ചിക്കൻ പീസസിലേക്ക് ഈ മാരിനേഡ് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഈ ചിക്കൻ പീസസ് എല്ലാം തന്നെ ഈ ഒരു മാരിനേഡിൽ സോക്കായി തന്നെ കിടക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ആ ഒരു ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആവുകയും മാത്രമല്ല ആ ഒരു മാരിനേഷൻ ഫുള്ളായിട്ട് അതിലേക്ക് പിടിക്കുകയുള്ളൂ. കൈകൊണ്ട് തന്നെ ഈ ചിക്കൻ പീസസ് എല്ലാം തന്നെ ഈ മാരിനേഡിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം 1 മണിക്കൂറെങ്കിലും പുറത്ത് വെക്കാം. കാരണം ഇത് കൂടുതൽ സമയം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെക്കുമ്പോഴാണ് ആ ഒരു ചിക്കൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ചിക്കൻ ഇപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ സ്റ്റവിൽ വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. കാരണം ഇതൊരു അഫ്ഗാൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല. അതിന് പകരം ബട്ടറോ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ചേർത്താൽ മതി. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് ഈ ചിക്കൻ പീസസ് 2 വശവും ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. 2 വശവും ഇതുപോലെ മാറി മാറി ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ചിക്കൻ പീസസിൻ്റെ 2 വശവും ഫ്രൈ ആയിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി മറ്റൊരു പാൻ സ്റ്റവിൽ വെച്ചതിന് ശേഷം പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ ബട്ടറോ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ഗ്രാമ്പു 2 ഏലക്കായ ഒരു 10 കുരുമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഈ സ്പൈസസ് ഒന്ന് മൊരിയിച്ചെടുക്കാം. ഈ സ്പൈസസ് ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ പീസസ് മാരിനേറ്റ് ചെയ്ത് വെച്ച ബാക്കി മാരിനേഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം.
ഇതിപ്പോൾ ഈ ഗ്രേവിയൊക്കെ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കൻ പീസസ് എല്ലാം ഈ ഗ്രേവിയിലൊന്ന് കവർ ആകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇത് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റും ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഈ ഗ്രേവിയിൽ കൂടെ കിടന്ന ചിക്കൻ ഒന്ന് വേകുമ്പോൾ ആ ഗ്രേവി കുറച്ചുകൂടെ തിക്കാവുകയും ഒരു അഫ്ഗാനി ചിക്കൻ്റെ ആ കറക്റ്റ് ടെക്സ്ചറായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഒരു 10 മിനിറ്റും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് അതിൻ്റെ ഗ്രേവിയൊക്കെ കുറച്ചുകൂടെ തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അഫ്ഗാനി ചിക്കൻ തയ്യാറാക്കാൻ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ക്രീമിയും നല്ല റിച്ചും ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. ചപ്പാത്തി, നാൻ, പൊറോട്ട, ഗീ റൈസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി കോമ്പിനേഷനാണ് ഈ അഫ്ഗാനി ചിക്കൻ. നമ്മളിതിലേക്ക് കാഷ്യൂനട്ട് പേസ്റ്റും കേർഡും ക്രീമും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു ക്രീമി ടെക്സ്ചർ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇത് ഉറപ്പായിട്ട് ഇഷ്ടമാകും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു കിടിലൻ വെറൈറ്റി റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.